ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഞാൻ നൃത്തം ചെയ്തു എന്ന വാചകം 12 ടെൻസുകളിലും എങ്ങനെ പറയാം എന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായി സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ പതിവായി നടക്കുന്ന, സ്ഥിരമായി നടക്കുന്ന പ്രവൃത്തി. ഐ ഡാൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഐ ആം ഡാൻസിങ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഐ ഹാവ് ഡാൻസ്ഡ്. അതായത് ആ പ്രവൃത്തി നടന്നു കഴിഞ്ഞതിൻ്റെ ഫലം ഇപ്പോഴും അനുഭവിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാവ് ബീൻ ഡാൻസിങ്. അതിൻ്റെ അർത്ഥം ഞാൻ നൃത്തം തുടർന്നു കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നടക്കുന്നു, ഇപ്പോഴും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് പാസ്റ്റ് ടെൻസുകളാണ്. സിമ്പിൾ പാസ്റ്റ്. ഐ ഡാൻസ്ഡ്. ഞാൻ ഡാൻസ് ചെയ്തു കഴിഞ്ഞു, പൂർണ്ണമായും കഴിഞ്ഞു. പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വാസ് ഡാൻസിങ്. ഒരു സമയത്ത് നൃത്തം ചെയ്തിരുന്നു എന്നാണത് ഉദ്ദേശിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാഡ് ഡാൻസ്ഡ്. ഐ ഹാഡ് ഡാൻസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ നിശ്ചിത സമയം ഡാൻസ്, ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഐ ഹാഡ് ബീൻ ഡാൻസിങ്. അത് ഒരു നീണ്ടു നിന്നൊരു പ്രവൃത്തിയാണ്. ഒരു നിശ്ചിത സമയത്ത് നീണ്ടു നിന്നൊരു പ്രവൃത്തിയാണ് ഇവിടെ ഹാഡ് ബീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായി ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ. ഐ വിൽ ഡാൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഐ വിൽ ബി ഡാൻസിങ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഐ വിൽ ഹാവ് ഡാൻസ്ഡ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ വിൽ ഹാവ് ബീൻ ഡാൻസിങ്. ഐ വിൽ ഹാവ് ബീൻ ഡാൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി കുറച്ച് നീണ്ടു നിൽക്കും എന്ന പ്രവൃത്തിയാണ്, ദൈർഘ്യമുള്ള പ്രവൃത്തിയാണ് ഐ വിൽ ഹാവ് ബീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ഹാവ് ഡാൻസ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്തിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഡാൻസ്ഡ് ഫ്രം മിഡ് നൈറ്റ് ടു 1 AM ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി 12 മണി മുതൽ 1 മണി വരെ നൃത്തം ചെയ്തു എന്നാണ് അർത്ഥം. ഐ ഡാൻസ്ഡ് എ മന്ത് എഗോ എന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പ് നൃത്തം ചെയ്തു എന്നാണ്. ഐ വിൽ ഡാൻസ് ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ നൃത്തം ചെയ്യും.
ഐ വിൽ ഡാൻസ് ഒക്കേഷണലി ഫ്രം നൗ ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നു മുതൽ ഇടയ്ക്കിടയ്ക്ക് നൃത്തം ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കിതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.